5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. 2024 ജൂലൈ 30 അർദ്ധരാത്രി എല്ലാവരും കിടന്നുറങ്ങിയപ്പോൾ വയനാടിലെ മുണ്ടകൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിൽ അതിശക്തമായ ഉരുൾപൊട്ടലുണ്ടായി. നിരവധി ആളുകൾ മരിച്ചു, വലിയ നാശനഷ്ടമുണ്ടാക്കി. അതിനെ തുടർന്ന് കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെല്ലാം അവിടെ പോയി പഠിക്കുകയും ഒരുപാട് അഭിപ്രായം പറയുകയും ചെയ്തു. ഞാനും ആ പുഞ്ചിരിമട്ടത്തും ഈ പറയുന്ന മലനിരകളിലുമൊക്കെ പോയിരുന്നു. ഒരു സംഘം ആളുകൾ പോയിരുന്നു. അവിടെ നിന്ന് MS സ്വാമിനാഥൻ ഫൗണ്ടേഷനിൽ വെച്ച് നടന്ന, അമ്പലവയലിലെ MS സ്വാമിനാഥൻ ഫൗണ്ടേഷനിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ, ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ ഇവ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരും അതുപോലെ തന്നെ ഗവേഷകരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അടങ്ങുന്ന വലിയ, പിന്നെ കർഷകരും എല്ലാവരും അടങ്ങുന്ന വലിയൊരു സഭ തന്നെ അവിടെ ചേർന്നിരുന്നു. നിരവധി പഠന സംഘങ്ങൾ അവിടെ പോയി. എന്നാൽ സർക്കാർ ദുരന്ത നിവാരണ അതോറിറ്റി, കേരള സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയും കേരള സർക്കാരും ഒരു കമ്മീഷനെ വെച്ചു. കമ്മീഷനിൽ ഒരു കമ്മിറ്റി വെച്ചു. സെൻറ്റർ ഫോർ റിസർച്ച് സ്റ്റഡീസിലെ സീനിയർ സയൻറ്റിസ്റ്റ് ആയിരുന്ന, ഇപ്പോഴും വിവിധ സ്ഥാപനങ്ങളിലൊക്കെ കൺസൾട്ടൻ്റായി പ്രവർത്തിക്കുന്ന ജോൺ മത്തായി എന്ന് പറയുന്ന അറിയപ്പെടുന്ന സീനിയറായിട്ടുള്ള ജിയോളജിസ്റ്റിനെയാണ് വെച്ചത്. അദ്ദേഹത്തിന് ചെയർമാനാക്കി കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ ജൂനിയറായ കുറേ ആളുകൾ പല സ്ഥാപനങ്ങളിൽ നിന്ന് അവിടെ പോയി. അപ്പോൾ പോയിട്ട് ആ പോയവർ ജൂനിയറാണെന്ന് പറഞ്ഞതിനകത്ത് 1-2 പേർ കുറച്ച് സീനിയറായിട്ടുണ്ട്. ബാക്കിയുള്ളവരൊന്നും ഈ രംഗത്ത് കൃത്യമായി പഠിച്ചിട്ടുള്ളവരൊന്നും ആയിരുന്നില്ല. അപ്പോൾ പോയപ്പോൾ തന്നെ ഞങ്ങളെപ്പോലുള്ളവർ പറഞ്ഞിരുന്നു, അത് അങ്ങനെ ഒരു പഠനം പോരാ, വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വൈദഗ്ധ്യമുള്ള, ഉരുൾപൊട്ടലിലൊക്കെ വൈദഗ്ധ്യമുള്ള ആളുകളെ കൊണ്ടുപോയി പഠനം നടത്തണം. വളരെ കൃത്യമായി ജോൺ മത്തായി അവിടെ പോയി പഠിച്ചിട്ട് പറഞ്ഞു, ഇനിയൊരു 100 വർഷക്കാലത്തേക്ക്, അടുത്ത കുറേ വർഷക്കാലത്തേക്ക് ഒന്നും പേടിക്കാനില്ല, ഇവിടെ ഉരുളൊന്നും പൊട്ടുകയില്ല, ഒരു പ്രശ്നവുമില്ല, ശക്തമായ മഴ വന്നതാണ് കാരണം, വേറെ ഒരു പ്രശ്നമില്ല എന്നൊക്കെയുള്ള നിലയിൽ വലിയ റിപ്പോർട്ടൊക്കെ കൊടുത്തു, സർക്കാരിനെ രക്ഷിച്ചെടുത്തു. ദുരന്ത നിവാരണ അതോറിറ്റിയും യാതൊരു മുന്നറിയിപ്പും അന്ന് കൊടുത്തില്ല എന്ന് മാത്രമല്ല, പിന്നെ ഒരുപാട് ഉരുണ്ട് കളിച്ച് മണലും ചെളിയൊക്കെ ഒരുപാട് ശരീരത്തെ പറ്റി അവരങ്ങ് കാലം പോയി. കേരളമാണല്ലോ. അപ്പോഴവർ പറഞ്ഞതാണ് വീണ്ടും ഉരുൾ പൊട്ടില്ല എന്ന്. എന്നാൽ ഉരുൾ പൊട്ടിയിട്ട് അതിനുശേഷം ഇപ്പോൾ 1 മാസം മുമ്പ് അവിടെ ഉരുൾ പൊട്ടി. അത് പിന്നെ ആൾക്കാരുള്ള സീരിയസ് ആയ ആളുകളുള്ള താമസിക്കുന്ന സ്ഥലമല്ലായിരുന്നത് കൊണ്ട് ആൾനാശം കുറഞ്ഞു. ഇന്നലെ വീണ്ടും ബെയിലി പാലത്തിൻ്റെ അപ്പുറത്തുള്ള അട്ടമല പ്രദേശത്ത്, അട്ടമല റോഡ് കവിഞ്ഞൊഴുകുന്നു. ബെയിലി പാലം കെട്ടിയിരുന്നു. സൈനികർ വന്ന് കഴിഞ്ഞ ജൂലൈയിലെ നമ്മുടെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ബെയിലി പാലം കെട്ടിയിരുന്നു. രാജ്യത്തിന് അഭിമാനമായ രീതിയിലൊരു പാലമൊക്കെ അവിടെ കെട്ടിയിരുന്നു. പക്ഷേ ആ പാലമെല്ലാം കവിഞ്ഞ് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ വലിയ കുത്തൊഴുക്കാണ്. എന്നാൽ അത്ര വലിയ മഴ പെയ്തതായിട്ടും പറയുന്നില്ല. മഴയുണ്ട്, പക്ഷേ തുടർച്ചയായി അതിശക്തമായി മഴ പെയ്തതായി പറയുന്നില്ല. എന്നിട്ടും വലിയ തോതിലാണ് വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക്, നീരൊഴുക്ക്. എത്രയോ കഴിഞ്ഞ 100 വർഷക്കാലമായി പുഞ്ചിരിമട്ട മലനിരകൾ, മുണ്ടകൈ മലനിരകൾ, വളരെ ഗൗരവമായ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളൊക്കെ വലിയ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസും പാരിസ്ഥിതികമായ ദുരന്തങ്ങളും ഒക്കെ നടത്തി, അനധികൃതമായ കോറികൾ, അതുപോലെ തന്നെ അവിടുത്തെ ഭൂവിനിയോഗത്തെ മാറ്റിയ കാര്യങ്ങൾ, അവിടുത്തെ ഭൂഗർഭജലത്തെ, അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞിട്ടൊന്നും ആരും ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ മലയുടെ ആ മറുവശത്ത് അപ്പുറത്തെ സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് പോയി പഠിക്കണം. ആ മലയ്ക്ക് വലിയ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഇനിയും വലിയ മഴ പെയ്താൽ ആ മലനിരകളും അതിൻ്റെ താഴ്വരകളും അവിടുത്തെ പുഴയോരവും എല്ലാം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിച്ചു. അവിടെ പോയ പലരും ഇത് പഠന വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും യാതൊരു ഒരു ശ്രദ്ധയും ഇതിനകത്ത് ആരും കൊടുത്തില്ല. നമ്മൾ മറ്റൊരുപാട് കാര്യങ്ങളിലേക്ക് പോകും. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ നമ്മളവിടെ ഓടിക്കൂടും, കളക്ടറും സംവിധാനമൊക്കെ അവിടെ ഓടിക്കൂടും, മന്ത്രിയൊക്കെ വരും. അപ്പോൾ നമ്മൾ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കും, പിന്നെ അതൊക്കെ കഴിഞ്ഞു പോകും. ചൂരൽമലയിലെയും മുണ്ടകൈ പ്രദേശത്തെയും ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ഇനി ഒരിക്കലും ഉരുൾപൊട്ടൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ആ പ്രദേശങ്ങളിലാണ് വീണ്ടും ഉടനെ ഉരുൾപൊട്ടിയാൽ, ഒരു പ്രാവശ്യം ഉരുൾപൊട്ടിയാൽ കുറേ വർഷത്തേക്ക് പേടിക്കാനില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് വീണ്ടും ഉരുൾപൊട്ടി. വലിയ മഴ വന്നു. കനത്ത മഴയിൽ കുത്തൊലിപ്പാണ്. ഭാഗ്യവശാൽ ഒരുപാട് ആളുകൾക്ക് മരണമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്ത് കാണുന്നില്ല. പക്ഷേ വലിയ തോതിലാണ് ജനങ്ങൾ ഭീതിയിലാണ്, ഭീഷണിയിലാണ്. റവന്യൂ ഉദ്യോഗസ്ഥരടക്കം അവിടെ തടയുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ വീണ്ടും, ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ വീണ്ടും ഇറങ്ങി കേരളത്തിൽ ദുരന്തങ്ങൾ വിതച്ചുകൊണ്ടേയിരിക്കും. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുണ്ട്, പഞ്ചായത്ത് തലത്തിൽ ദുരന്ത നിവാരണ സമിതിയുണ്ട്. പക്ഷേ അവിടെ ഭരിക്കുന്നത്, ആ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്, സംസ്ഥാനം ഭരിക്കുന്നത് LDF ആണ്. അതുകൊണ്ട് തന്നെ യാതൊരു ഏകോപനവും
അവിടുത്തെ കഴിഞ്ഞ ഉരുൾപൊട്ടലിന് പോലും ആളുകൾക്ക് ധനസഹായം എത്തിക്കുന്നതിൽ പോലും യാതൊരു ഏകോപനമില്ല. പിന്നെയല്ലേ അറിയിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഈ അറിയിപ്പ് കൊടുക്കലും കാര്യങ്ങളും ആളുകളെ മാറ്റി പാർപ്പിക്കലും എല്ലാം പ്രതിസന്ധിയിലാണ്. എന്തായാലും ഈ സർക്കാർ വച്ചിരിക്കുന്ന കമ്മിറ്റികളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും മഴ വരുന്നു, ഉരുളുകൾ പൊട്ടുന്നു. തീർച്ചയായിട്ടും പ്രകൃതിക്ക് അറിയില്ലല്ലോ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് സർക്കാരുകൾക്ക്, ഏത് സർക്കാരായാലും സർക്കാരുകളുടെ മുഖം രക്ഷിക്കാൻ അവർ വയ്ക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ പറയുന്നതനുസരിച്ച് പെയ്യാൻ മഴയ്ക്കും മനസ്സില്ല, ഒലിക്കാതിരിക്കാൻ മണ്ണിനും കഴിയില്ല.